കുടുംബചിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമിനോടുള്ള ദേഷ്യമെല്ലാം മറന്ന് വേദ വിക്രമിനോടൊപ്പം കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തുന്നു. വിക്രമിൻ്റെ ഫ്രണ്ട്സ് വേദയെ കാണാനായി വരുന്നു. മേഡം, ഇവിടുത്തെ ഉത്സവത്തിന് വലിയ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. ഇത്തവണയും അതുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മേഡം, ഉത്സവം കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാവുമല്ലോ. മേഡം ഉണ്ടാവുമെന്ന ഒരു ധൈര്യത്തിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. എന്താ മേഡം, ഉത്സവം കഴിഞ്ഞല്ലേ മേഡം ഇവിടെ നിന്നും പോവൂ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദ ഒന്ന് സംശയിച്ച് നിന്നെങ്കിലും പിന്നീട് അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഉത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ താൻ ഈ നാട്ടിൽ നിന്നും പോവൂ എന്ന് പറയുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വേദ ഉത്സവത്തിൽ പങ്കെടുക്കാനായി വന്ന വിവരം കമലാമ്മയ്ക്കും നന്ദിനിക്കും അറിയില്ല. എന്നാൽ ഇവരുടെയെല്ലാം സംസാരത്തിൽ നിന്നും നന്ദിനിക്കൊരു സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ വിനയൻ്റെ പിറകെ നടന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്? എന്നെ കണ്ടപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നല്ലോ. എന്തോ പ്രശ്നമുണ്ട്. എന്താ, ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ, എന്നോട് പറ എന്ന് പറഞ്ഞുകൊണ്ട് വിനയനെ ശല്യം ചെയ്യുന്നുണ്ട്. എന്നാൽ വിനയനെ ആകെ പേടിയാവുകയാണ്. നന്ദിനി എല്ലാം കണ്ടുപിടിക്കുന്നതാണല്ലോ. അതുപോലെ വേദ വന്ന വിവരം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അമ്മയുടെ അടുത്ത് പറയുമോ എന്നൊരു പേടി വിനയനുണ്ട്. അതുകൊണ്ട് തന്നെ വിനയൻ നന്ദിനിയോട് ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. എന്നാൽ നന്ദിനിയുടെ സംശയം വിട്ടുമാറുന്നില്ല. നന്ദിനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ഭക്ഷണം കഴിക്കാനായി വേദയും വിക്രമും ഒരുമിച്ചിരിക്കുന്നു. അടുത്തടുത്ത ചെയറുകൾ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ വേദ വിക്രമിൽ നിന്നും കുറച്ച് അകലം പാലിച്ചിരിക്കുകയാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ചെറിയച്ഛനും അവരുടെ മക്കളും എല്ലാവരും പരസ്പരം നോക്കുവാണ്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ, ഈ കുട്ടി എന്താ നീങ്ങിയിരിക്കുന്നത്, വിക്രമിൻ്റെ അടുത്തിരിക്കുന്നില്ലല്ലോ എന്ന് പരസ്പരം പറയുന്നുണ്ട്. ഇത് വിക്രമിൻ്റെ ഫ്രണ്ട്സ് ശ്രദ്ധിക്കുന്നുണ്ട്. വിക്രമിൻ്റെ ഫ്രണ്ട്സ് വേദയോട് പതിയെ പറയുന്നുണ്ട്, പ്ലീസ് മാഡം, വിക്രമിൻ്റെ അടുത്ത് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലോ മാഡം, പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് അവനോടൊപ്പം ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നെ നിർബന്ധിക്കണ്ട എന്ന് വേദയും പറയുന്നുണ്ട്. എന്നാൽ വിക്രമിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വേദയോട് കെഞ്ചുന്നുണ്ട്, മാഡം പ്ലീസ്, ഇപ്പോൾ ദേഷ്യമൊന്നും ഇവിടെ കാണിക്കരുത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വേദയ്ക്ക് പിന്നീട് ഒരു നിവൃത്തികേടുകൊണ്ട് വേദ അങ്ങ് ചേർന്നിരിക്കുകയാണ് വിക്രമിൻ്റെ അടുത്തേക്ക്. വിക്രമിനത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വിക്രം ഇതെല്ലാം വിക്രമിൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. വേദയ്ക്കും അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി വിക്രം വേദയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. വേദയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എല്ലാവരും നോക്കി നിൽക്കേ, അവരെ അപമാനിക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ വേദ അത് കഴിക്കുന്നുണ്ട്. എന്നാൽ വേദയോടൊപ്പമുള്ള ഈ നിമിഷങ്ങളെല്ലാം വിക്രം നന്നായി ആസ്വദിക്കുന്നുണ്ട്. വിശ്വവും ശ്രീജയും ആകെ വിഷമിച്ചിരിക്കുകയാണ്. കമലാമ്മയോട് വേദ വന്ന വിവരം എങ്ങനെയെങ്കിലും പറയണം, ആര് പറയുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. വിശ്വം ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീജയെ, ഈ അമ്മയ്ക്ക് വേദയോട് എന്താ ഇത്രയ്ക്ക് ദേഷ്യം? വേദ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തതാണ്, അവർ എത്രമാത്രം സ്നേഹിച്ചു കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്രത്തോളം ദേഷ്യത്തിലാണല്ലോ, എന്ത് പറ്റി? ഇനി ഈ ദേഷ്യം മാറാൻ എന്താ ചെയ്യുക എന്നും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് ശ്രീജ പറയുന്നുണ്ട്, ആ ദേഷ്യമൊന്നും അങ്ങനെ പെട്ടെന്ന് മാറത്തില്ല. അവർ അത്രത്തോളം സ്നേഹിച്ചിരുന്നു, പക്ഷേ അതിലേറെ അവർ വെറുക്കുന്നുണ്ട്. അമ്മ വേദയോട് ദേഷ്യം പുറമേക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ അകമേ ഒരുപാട് സ്നേഹമാണ് അമ്മയ്ക്ക്. വേദയ്ക്കാണെങ്കിൽ അമ്മയെ ഒരുപാട് ഇഷ്ടം തന്നെയാണ്. ഞാനങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും അമ്മയോട് ഈ വിവരം പറയണം. എന്തായാലും നന്ദിനി ഈ വിവരം അറിഞ്ഞ് അമ്മയോട് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വിവരം പെട്ടെന്ന് അമ്മയോട് പറയണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ വാ, നമുക്ക് അമ്മയോട് കാര്യമൊക്കെ സംസാരിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ വിശ്വം പറയുന്നുണ്ട്, എന്താ ശ്രീജയ്, ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്? എനിക്കതിന് നേരമില്ല, എനിക്ക് കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് പുറത്തേക്ക് പോകണം. എന്താ വിശ്വട്ടെ ഇത്? ഇപ്പോഴാണ് അമ്മയോട് ഇത് പറയാൻ പറ്റിയ സമയം. എന്താണെന്ന് വെച്ചാൽ നന്ദിനി ഈ സമയം ഈ വീട്ടിലില്ല, പുറമെയൊക്കെ ചുറ്റിക്കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആൾ വരുന്നതിന് മുൻപേ അമ്മയോട് ഇക്കാര്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ ഇപ്പോൾ പറയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വിശ്വം പറയുന്നുണ്ട്, ഇല്ല നന്ദിനി, ശ്രീജയ്, ഞാൻ കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാമെന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം അവിടെ നിന്നും പോകുന്നുണ്ട്. വിജി വേദയെ വിളിക്കുന്നുണ്ട്. വേദയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് വേദേ, അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ സുഖമാണ്, ഇങ്ങനെ പോകുന്നു ചേച്ചി. ചേച്ചി എന്ത് ചെയ്യുന്നു?
മോള് ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മോള് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഫുഡൊക്കെ വെച്ച് തരാൻ ഇവിടെ ഒരാളുണ്ട്, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം പാകം ചെയ്ത് തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വിജി. ഉടനെ തന്നെ വിജി ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയുണ്ട് വിക്രം, അവൻ്റെ വിശേഷം എന്താ എന്ന് ചോദിക്കുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരികയാണ്. വേദ പറയുന്നുണ്ട്, വിക്രമിൻ്റെ വിശേഷമൊന്നും എന്നോട് ചോദിക്കരുത്. അതെന്ത് പറ്റി വേദേ? എന്താ അവൻ നിൻ്റെ അടുത്ത് വല്ല കുസൃതിയും കാണിച്ചോ എന്ന് ചോദിക്കുകയാണ്. അവൻ കുസൃതിയല്ല കാണിക്കുന്നത്, അവൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വിജി ചേച്ചി. ഇവിടെയുള്ളവരെല്ലാവരും അവനക്ക് വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇത് കേട്ട് വിധി ചോദിക്കുന്നുണ്ട്, അല്ല വേദേ, നീ വന്ന വിവരം കമലാമ്മ അറിഞ്ഞോ? ഇല്ല ചേച്ചി, കമലാമ്മ അറിഞ്ഞിട്ടില്ല. ഇനി അത് വലിയൊരു പ്രശ്നമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെ വിചാരം അമ്മയ്ക്കാണ് ഇവിടെ മര്യാദ ലഭിക്കുക, അമ്പലത്തിൽ വിശേഷത്തിന് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അമ്മയോ ചേട്ടനോ ആയിരിക്കുമെന്നാണ് അവരുടെ വിചാരിക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിലുള്ളവരെല്ലാം എന്നെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് അമ്മയ്ക്കറിയില്ല. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി തീരുമല്ലോ വേദേ, ഇനി എന്ത് ചെയ്യും? എനിക്കറിയാം ഇത് വലിയൊരു പ്രശ്നമായിരിക്കും, പക്ഷേ ചേച്ചിയും ചേട്ടനും എല്ലാം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ വിജി കോള് കട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വേദ എന്നുള്ള വിളി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഉടനെ തന്നെ വേദ ഉമ്മറത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ശ്രീജ വന്ന് നിൽപ്പുണ്ട്. ചേച്ചി അകത്തേക്ക് വാ എന്ന് പറയാണ്. അങ്ങനെ ശ്രീജ അകത്തേക്ക് വളരെ സന്തോഷത്തോടെ കയറി ചെല്ലുന്നുണ്ട്. വേദയോട് ചോദിക്കുന്നുണ്ട്, വേദ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം, സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. സുഖത്തിനൊരു കുറവുമില്ല ചേച്ചി, സുഖമായിരിക്കുന്നു. ഒരേ ഒരു പ്രശ്നം മാത്രം, അവനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ എന്ന് പറയുന്നു. ഇത് കേട്ടതും ശ്രീജ ഒരു ചിരിയോട് കൂടി ചോദിക്കുന്നുണ്ട്, നീ വിക്രമിൻ്റെ കാര്യമാണോ പറയുന്നത്? അതെ, അവൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്ത് എൻ്റെ ഏറ്റവും വലിയ ശത്രു അവനല്ലേ? അല്ല, നിങ്ങൾ അമ്മയോട് ഞാൻ ഇവിടെ വന്ന വിവരം പറഞ്ഞോ? ഇല്ല വേദേ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതെന്താ ചേച്ചി, ഇത്രയും നേരമായിട്ടും നിങ്ങളത് പറഞ്ഞില്ലേ? അമ്പലത്തിൽ വന്ന് അമ്മ പ്രശ്നമുണ്ടാക്കിയാൽ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഉടനെ തന്നെ ശ്രീജ പറയുന്നുണ്ട്, അല്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല വേദേ, അതിനു മുന്നേ തന്നെ അമ്മയെ പറഞ്ഞ് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. ശരി, അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ എനിക്ക് അമ്മയോടൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. ഇല്ല വേദേ, ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് ശ്രീജ പറയുന്നുണ്ട്. വേദേ, നിൻ്റെ തുണികൾ എന്തെങ്കിലും അലക്കാനുണ്ടെങ്കിൽ നീ താ, അവിടെ വാഷിംഗ് മെഷീനുണ്ട്, ഞാൻ അലക്കി കൊണ്ടുവരാമെന്ന് പറയുന്നു. വേണ്ട ചേച്ചി, ഞാൻ ചെയ്തോളാം എന്ന് വേദയും പറയുന്നുണ്ട്. ഇതേ സമയം പരമുവിന് വേണ്ടി കൺമണി കോടതിയിൽ ഹാജരാകുന്നു. കൺമണിയുടെ വാദം കൊണ്ട് തന്നെ പരമു കുറ്റക്കാരനെന്ന് തെളിയുകയും പരമുവിനെ കോടതി വെറുതെ വിടുകയും ചെയ്യുന്നു. ഇതിൽ രാധ വളരെ സന്തോഷിക്കുന്നുണ്ട്. വേദ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിക്രം ഒരു പാട്ടൊക്കെ പാടി റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ വേദ തടയുന്നുണ്ട്. നീ എങ്ങോട്ടേക്കാണ് വിക്രം പോകുന്നത്? പുറത്തേക്ക് പോ. എന്താ വേദേ, നീ എന്താ എന്നോട് പുറത്തു പോകാൻ പറയുന്നത്? ഞാൻ ഇവിടെയല്ലേ താമസിക്കേണ്ടത്? അല്ല, നീ ഇവിടെയല്ല താമസിക്കേണ്ടത്. നിൻ്റെ വീട്ടുകാർ താമസിക്കുന്ന വീടുണ്ടല്ലോ, നീ അങ്ങോട്ടേക്ക് പോ. അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ ഈ നാട്ടിൽ, അവരുടെ കൂടെ പോയി താമസിക്കേ. അല്ലാതെ നീ ഇവിടെയല്ല കിടക്കേണ്ടത്. എന്താ വേദ ഇത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാനൊരു പാവമല്ലേ. ഇത്രയും വലിയൊരു റൂമുണ്ട്, അതിന് സൈഡിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഞാൻ അങ്ങ് ഒതുങ്ങി കൂടിക്കൊള്ളാം. ഇവിടെ കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇത് എനിക്ക് താമസിക്കാൻ വേണ്ടി ഗവൺമെൻറ് സംഘടിപ്പിച്ച് തന്ന ഒരു വീടാണ്. ഇവിടെ പുറത്തുള്ളവർക്ക് താമസിക്കാൻ പറ്റില്ല. നീ പെട്ടെന്ന് പുറത്തു പോകാൻ നോക്ക്. ഇത് കേട്ട് വിക്രം ഒരു പാവത്താനെ പോലെ നിൽക്കുകയാണ്. എന്നിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെ അഭിനയിച്ച് വീണ്ടും അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് വേദ, പുറത്ത് എല്ലാവരും ഉണ്ട്, ആരും പോയിട്ടില്ല. അവരെല്ലാവരും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താ എന്നോട് ചോദിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ നടക്കുന്ന സംഭവമൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അതാകെ പ്രശ്നമാവും. നിന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ അച്ഛൻ്റെ മരുമകളാണ് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിവരങ്ങളെല്ലാം അവർ അറിയുന്ന സമയത്ത് ആകെ പ്രശ്നമാവും. വേദ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല വേദേ, ഞാൻ നിൽക്കണോ അതോ പോണോ? നീ തന്നെ പറ. പോണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം കേട്ടോ, എന്നാലേ എൻ്റെ ബാഗുമെടുത്ത് എനിക്ക് പുറത്തെവിടെയെങ്കിലും താമസിക്കാനുള്ള സൗകര്യം കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ പുറത്ത് നിൽക്കുന്നവരോടൊക്കെ മറുപടിയും പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, നീ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ. പിന്നെ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കേട്ടതും വിക്രം ചോദിക്കുന്നുണ്ട്, കണ്ടീഷനോ? അതെ. പിന്നെ നീ ഇവിടെ താമസിക്കുമ്പോൾ നീ എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല, വെറുതെ എന്നെ ദേഷ്യപ്പിടിപ്പിക്കാൻ പാടില്ല.
ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കരുത്. അതുപോലെ നിന്റെ ഒരു ചൂണ്ടുവിരൽ പോലും എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഓഹോ അത് ശരി, ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഇത് ഒരുപാട് കണ്ടീഷൻ ഉണ്ടല്ലോ വേദേ. ഇത്രയും കണ്ടീഷൻസ് ഒന്നും എന്നെ കൊണ്ട് പാലിക്കാൻ കഴിയില്ല, ഞാൻ പോണു, നീ തന്നെ എല്ലാവരോടും മറുപടി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് പോലെ, പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പോലെ വിക്രം അഭിനയിക്കുകയാണ്. ഉടനെ വേദ പിറകെ ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, പ്ലീസ് വിക്രം, നീ എന്താണ് ഈ കാണിക്കുന്നത്? പിന്നെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ. ഒരേ ഒരു കണ്ടീഷൻ എങ്കിലും ഞാൻ പറയാം, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് നീ എന്നിങ്ങനെ പറയുകയാണ്. ശരി, ആ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചോളാം. എന്തായാലും ഓക്കെ മാഡം, ഞാൻ അകത്തേക്ക് പോവാലോ എന്ന് പറയുമ്പോൾ ശരി, അങ്ങ് പോയി തൊലയ്ക്ക് എന്ന് പറയാണ് വേദ. ഇത് കേട്ട് വിക്രം പാട്ടൊക്കെ പാടി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പെട്ടെന്ന് വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കുന്ന സമയത്ത് അത് കപിലനാണ്. പെട്ടെന്ന് തന്നെ വേദ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കപിലനോട് ചോദിക്കുന്നുണ്ട് വേദ, അല്ല കേസ് എന്തായി കപിലൻ? പരമുവിന് ശിക്ഷ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വളരെ വിഷമത്തോടു കൂടി തന്നെ കപിലൻ പറയുന്നുണ്ട്, ഇല്ല വേദ, നമ്മൾ കേസിൽ തോറ്റു, അവന് ശിക്ഷ ലഭിച്ചില്ല, എവിഡൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. ഇത് കേട്ടതും വേദയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താ കപിലൻ നീ പറയുന്നത്? കേസ് തോറ്റുവെന്നോ? എവിഡൻസ് ഇല്ലെന്നോ? എല്ലാ കേസും ഇങ്ങനെയായി തീർന്നാൽ എന്ത് ചെയ്യും?